ആപ്കി അദാലത്തിൽ കോമഡി കിങ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ കളിയാക്കുന്നു എന്നതാണ്. കപിൽ, താങ്കൾ വിദേശത്തൊക്കെ പോകുമ്പോൾ കാനഡയിലും അമേരിക്കയിലും അതുപോലെ നിറയെ രാജ്യങ്ങളിൽ, പക്ഷെ അവിടെ പോകുമ്പോൾ താങ്കൾക്കെല്ലാം നല്ലതായിട്ട് മാത്രമേ തോന്നാറുള്ളൂ. അവിടെയുള്ള വേലക്കാരി പോലും താങ്കൾക്ക് സുന്ദരിയായിട്ടാണ് തോന്നുന്നത്. സാർ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു പോയാലും അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ ഇങ്ങോട്ട് വന്നാലും നമ്മുടെ രാജ്യത്ത് പല നല്ല കാര്യങ്ങളും ഉണ്ട്. അത് അവർ നമ്മുടെ അടുത്തു നിന്നും പഠിക്കും. വളരെ സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കുന്ന ജോയിന്റ് ഫാമിലികളുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊട്ട് വണങ്ങുന്ന ശീലവും നമുക്കുണ്ട്. ശരിയല്ലേ? പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ കിട്ടിയാൽ അത് നമ്മളും പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെയല്ലേ വേണ്ടത്? അതിൽ തെറ്റൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഹായ്, ഒരാൾ മറ്റൊരാൾക്ക് കോംപ്ലിമെന്റ് കൊടുക്കും. ഇവിടെ നമ്മളൊരു പെൺകുട്ടിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നിനക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലെന്ന് ചോദിക്കും. അല്ല, അതാണ് സത്യം. ചില സമയത്തെ കാര്യം എടുത്താൽ അവരുടെ ഇന്റൻഷൻ ഓർത്ത് തന്നെ നമുക്ക് പേടിയാവും. നമ്മുടെ ആളുകൾ അങ്ങനെയാണ്. എന്തിനാണ് നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞത്? ഒരു പക്ഷേ മുൻപരിചയം ഒന്നും ഇല്ലാത്ത രണ്ടുപേര് പരസ്പരം ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ഇതെല്ലാം നോക്കി നിൽക്കും. നമ്മുടെ ആളുകൾ എല്ലാം തന്നെ ജഡ്ജ് ചെയ്ത് കളയും. പക്ഷെ അവിടെ അങ്ങനെയൊന്നും അല്ല സാർ. വിദേശത്ത് പോകുമ്പോൾ തന്നെ പ്രശംസിക്കാൻ തുടങ്ങും അവിടെ എല്ലാം നല്ല വൃത്തിയുള്ള രാജ്യങ്ങളാണെന്ന്. അവിടെ വൃത്തിയാണ് സാർ വളരെ പ്രധാനം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് അവിടെ ജീവിക്കുന്നുണ്ട്. അവര് നമ്മുടെ നാട്ടിൽ എവിടെ വേണമെങ്കിലും എന്തും ഇടും. പക്ഷെ വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഡസ്റ്റ്ബിന് തപ്പി നടക്കും. ഈ വിദേശ രാജ്യങ്ങളിൽ ഈ കോംപ്ലിമെന്റ് കൊടുക്കുന്ന കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മുടെ ഓപ്പോസിറ്റ് ആരെങ്കിലും നടന്നു വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ വരില്ലേ, അവര് നമ്മളോട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും. അവരുടെ നെയിം പ്ലേറ്റിൽ റോസ് എന്ന് കാണും. അപ്പൊ നമ്മൾ ഹായ് ഗുഡ് മോർണിംഗ് റോസ് എന്ന് പറയും. അത്രേ ഉള്ളൂ. അതേസമയം നമ്മുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന ലേഡിയെ നോക്കി നമ്മൾ ഷീല, പിന്നെ ആ സീനിലേക്ക് അയാളുടെ ഭാര്യയുടെ എൻട്രി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്നെയൊന്നും പിടിക്കില്ല, ആ ഷീലയെ പിടിക്കുള്ളൂ അല്ലേ? പിന്നെ നമ്മുടെ പഴയ ഹിസ്റ്ററി കംപ്ലീറ്റ് തപ്പിയെടുക്കും. മൊത്തം കുടുംബത്തെയും പറഞ്ഞു കളയും. നിങ്ങളുടെ മുത്തശ്ശൻ പോലും കാട്ടുകോഴിയാണെന്നും പറയാൻ മടിക്കില്ല. സത്യമല്ലേ? പിന്നൊരു കാര്യം, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങളും. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് ഇഷ്ടമാണ്. താങ്കൾ വാങ്കൂവറിൽ പോയപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് ട്രാഫിക് വളരെ കൂടുതലാണ്. ബാംഗ്ലൂരിൽ ട്രാഫിക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ എത്രത്തോളം ഡിസിപ്ലിൻ ആണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് സത്യമാണ്. നമ്മുടെ നാട്ടിലെ പകുതി പേരും ഈ സിഗ്നലൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഒരിക്കൽ ഞാൻ വാൻകൂവറിൽ ഡ്രൈവ് ചെയ്യായിരുന്നു. ആ സമയത്ത് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇന്ന് ട്രാഫിക് കൂടുതലാണ്. ട്രാഫിക് എത്രയാണെന്നോ? ഇതെന്റെ വണ്ടിയുടെ ബോണറ്റാന്ന് വെക്കാം, അടുത്ത കാർ അപ്പുറത്താണുള്ളത്. ഞാൻ പറഞ്ഞു, എടാ ഇത് ഇത്രയും ദൂരം ഇല്ലേ, വേണമെങ്കിൽ ഒരു ട്രെയിൻ അതിലൂടെ പാസ് ചെയ്ത് പോവാം. ട്രാഫിക് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിലാണ്. അവിടേക്ക് നല്ല നിയമങ്ങളുണ്ട് സാർ. നിങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയി കാണും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളൊരു കാർ ഓടിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പോകുന്ന കാറില്ലേ, അതിന്റെ ടയർ നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതിന്റെ ടയർ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ശരിയല്ല. നിങ്ങൾ സ്പീഡ് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ടയറിന്റെ കാര്യമൊക്കെ പോട്ടെ, ചില സമയത്ത് മുന്നിൽ പോകുന്ന വണ്ടി പോലും ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചില സമയത്താണെങ്കിൽ താഴെ നിന്ന് ശബ്ദമൊക്കെ വരും. സാർ, എന്റെ മാരുതി നിങ്ങളുടെ ഫോർച്യൂണിന്റെ താഴെയാണുള്ളത്. പക്ഷെ അവിടെ എങ്ങനെയൊന്നും അല്ല സാർ. അവിടെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോ മുംബൈയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ബോണറ്റും ഇങ്ങനെ ഫ്രഞ്ച് കിസ് ചെയ്യാൻ പോകുന്ന പോലെ പോവുക. ചില സമയത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടിയും തിരിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ മുമ്പിൽ പോകുന്നവൻ തിരിക്കുമ്പോൾ നമ്മളും തിരിക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, ഇവിടെ പോപ്പുലേഷനും വളരെ കൂടുതലാണ്, വിചാരിക്കുന്നതിലും കൂടുതലാണ്. അതിരിക്കട്ടെ, അവിടെ എന്തോ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞെന്ന് കേട്ടു. എന്തായത് മിതവേഗം വളരെ നല്ലത്? സാർ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അതായത് അവിടെ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഈ റൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു പോലീസുകാരന്റെ മകനുമാണ്, മാത്രമല്ല റൂൾസ് പാലിക്കുന്ന ഒരാളുമാണ്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് 80 miles/hour. അതായത് ആ സ്ഥലത്ത് ആ സ്പീഡിലാണ് പോകേണ്ടത്. നമ്മുടെ നാട്ടിലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിലെ ആളുകളാണ്, നമ്മുടെ ഗവൺമെന്റിനും അത് അറിയാം. ഇവരുടെ സൈക്കോളജിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത്രയും സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്ന്. അതിന്റെ കൂടെ ഒരു സ്ലോഗനും എഴുതിയിട്ടുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റും ഇന്നോവേറ്റീവുമാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ആയിരിക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ടാവും 50 എന്ന്. കൂടെ ഒരു തത്വം എഴുതി വെച്ചിട്ടുണ്ടാവും. മിതമായ വേഗത്തിൽ വാഹനം ഓടിക്കുക, അമിതമായ വേഗം അപകടം ഉണ്ടാക്കുക. ഇതാണിവിടെ. ഒരു മിനിറ്റ്, നമ്മുടെ ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആളുകൾ ഇതുപോലെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തണം. മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടി താങ്കൾ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ആക്സിഡന്റ് നടന്ന അതും ഒരു പെൺകുട്ടിക്കാണെങ്കിൽ അപ്പോ ഇവിടെ ഉള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായല്ലേ? ഇപ്പോ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാണെന്ന് വെക്കാം. അപ്പൊ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ നിന്ന് വീഴുന്നു. അപ്പൊ ഒരുത്തൻ റോഡിന്റെ ആ ഭാഗത്തേക്ക് പോവും. എന്നിട്ട് അവനവന്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് ആർ യു ഓക്കെ? 50 പേര് വരും.
അതേ സ്ഥാനത്ത് ഒരു പയ്യനാണെങ്കിലോ, ഇവൻ വെള്ളം അടിച്ചിട്ടാ വണ്ടി ഓടിച്ചത്. അതെ, സത്യമാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ആൺകുട്ടി ബൈക്ക് ആക്സിഡന്റ് ആയി വീണ് കഴിഞ്ഞാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല. പക്ഷെ ഒരു പെണ്ണാണെങ്കിൽ 50 പേര് അവിടെ ഓടിക്കൂടും. ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടണോ? ഇവിടെ ഒന്നുമില്ലെങ്കിൽ സ്കൂട്ടിയിൽ നിന്നായിരിക്കും വീണത്. ഇത് ചോദിക്കാൻ വന്നവൻ സൈക്കിളിലായിരിക്കും വന്നത്. നമ്മുടെ അവസ്ഥ നോക്കണേ, ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ലെന്നുള്ളതാണ് സത്യം. താങ്കളുടെ മൊത്തം സംഭാഷണവും ഞാൻ കേട്ടിരുന്നു. അതായത് വേറെ വേറെ രാജ്യങ്ങളിൽ താങ്കൾ സംസാരിച്ചു. യൂറോപ്പിൽ താങ്കൾ വെള്ളക്കാരന് മാമ്പഴം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് കേട്ടു. സാർ, അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരെ പഠിക്കണം. അവരുടെ നാട്ടിലുള്ള നല്ല കാര്യങ്ങൾ അത് നമ്മളും എടുക്കണം. അവരെ ഇന്ത്യക്കാരിൽ നിന്നാണ് എങ്ങനെയാണ് മാമ്പഴം കഴിക്കേണ്ടതെന്ന് പഠിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വെള്ളക്കാരൻ മാമ്പഴം കഴിക്കുകയായിരുന്നു. അതായത് കത്തിയും സ്പൂണും വെച്ച്. അതിൽ നിന്ന് വെറും 20% മാമ്പഴം നമുക്ക് കിട്ടും. ബാക്കി എല്ലാം വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. പക്ഷെ ഇന്ത്യക്കാരൻ മാമ്പഴം കഴിക്കുന്നത് കാണണം. മാമ്പഴത്തിന്റെ അതിന്റെ അണ്ടി പോലും വെറുതെ വിടില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഈ വെള്ളക്കാരൻ ടൈയും കോട്ടൊക്കെ ഇട്ട് വന്ന് ദിസ് ഈസ് നോട്ട് ഫ്രൂട്ട്സ്, യെസ് നൈസ്, ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഇമ്മ്യൂൺ, എന്നിട്ട് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കും. നമ്മുടെ ആളുകളോ, അവരങ്ങനെയൊന്നും കഴിക്കില്ല. ടൈയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഷർട്ട് തന്നെ ഊരിക്കളയും. ഒരു ബനേന ഇട്ടങ്ങിരിക്കും. ഇനിയിപ്പോൾ ഷർട്ട് ഉണ്ടെങ്കിൽ തന്നെ കൈയൊക്കെ അങ്ങ് മടക്കി വെച്ച് വലിയൊരു പാത്രം മുന്നിൽ അങ്ങ് വെക്കും. എന്നിട്ട് മാമ്പഴം 2 കൈകൊണ്ടും എടുത്ത് ആദ്യം ഇങ്ങനെ അങ്ങ് ഉരുട്ടും. അല്ലേ, മാമ്പഴത്തേത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനുശേഷം അതിന്റെ തൊലി അങ്ങ് ഉരിച്ച് അതിനുശേഷം ഇങ്ങനെ അതിനങ്ങ് ഞെക്കിപ്പിഴിഞ്ഞങ്ങ് എടുക്കും. അതായത് നമ്മുടെ ഇന്ത്യക്കാര് മാമ്പഴം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നോക്കുവാണെങ്കിൽ മാമ്പഴത്തിന്റെ ഷേപ്പ് തന്നെ മാറിയിട്ടുണ്ടാവും. ഇവരത് കഴിച്ചതിന് ശേഷം അത് വെള്ളക്കാരെ കാണിച്ചിട്ട് ഇത് ഏത് ഫ്രൂട്ടാണെന്ന് പറയാൻ പറഞ്ഞാൽ ആ മാമ്പഴത്തിന്റെ ഷേപ്പ് ഒരു താടി പോലെ കാണും. അത് പറയാൻ പോലും പറ്റില്ല. ആ മാമ്പഴത്തിന്റെ ഹണ്ടിയില്ലേ, അതതിന്റെ മനസ്സുകൊണ്ട് പറയും, അടുത്ത ജന്മത്തിൽ ഞാനിങ്ങനെ മാങ്ങയായിട്ട് ജനിക്കരുത് എന്ന്. സത്യം പറഞ്ഞാൽ പഴം കഴിക്കണമെങ്കിൽ അത് നമ്മുടെ ആളുകൾ തന്നെയാണ്. നമ്മുടെ ആൾക്കാർ നന്നായിട്ട് മാമ്പഴം കഴിക്കാറുണ്ട്. പക്ഷെ താങ്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ മെൽബോൺ ഇല്ലെങ്കിൽ വാൻകൂവറിലേക്ക് അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയിൽ പോകുമ്പോൾ താങ്കൾ എന്താണ് കഴിക്കുന്നത്? സർ, ആക്ച്വലി ഇപ്പോ എല്ലാ കാര്യങ്ങളും വളരെ മാറി. അതായത് ഇപ്പോൾ കാനഡയിൽ നോക്കുകയാണെങ്കിൽ വാൻകൂവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചാബികൾ ഒരുപാട് പേരുണ്ട് അവിടെ. അതുപോലെ തന്നെ ഗുജറാത്തികളും ഉണ്ട്, മഹാരാഷ്ട്രക്കാർ ഒരുപാട് പേരുണ്ട്. ധാരാളം ഇന്ത്യൻ ഫുഡ് കിട്ടുകയും ചെയ്യും. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുകയും ഇല്ല. സൗത്ത് കൊറിയയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് വളരെ കുറവാണ്. കുറച്ച് കഴിഞ്ഞാൽ അവിടെയും കിട്ടും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നു, പുറത്തുള്ള ആളുകൾ രാവിലെ വളരെ കുറച്ച് കഴിക്കും. അവരോട് എന്ത് ചോദിച്ചാലും ആൻസർ വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറും വളരെ ലൈറ്റ് ആയിരിക്കും. ഡിന്നർ കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് എഴുന്നേക്കും. താങ്ക്സ്. നമ്മുടെ ആളുകൾ ഡിന്നർ കഴിഞ്ഞാൽ അതായത് ഇത്രയും കഴിക്കും. അതിനൊക്കെ പുറമെ കുറെ മധുരവും കഴിക്കും. അതിനുശേഷം എഴുന്നേക്കാൻ പറ്റില്ല. അവിടെ കിടന്നങ്ങ് ഉരുണ്ട് മറയും. എന്നിട്ട് ബെൽറ്റ് പതുക്കി ഒന്ന് അഴിക്കാൻ നോക്കും. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെ ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ശീലം ഞാൻ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചൊരു ചായ കുടിച്ചാൽ എല്ലാം വയറ്റിനകത്ത് എത്തിക്കോളൂ എന്ന് പറയും. ഒരു ചായ കുടിച്ചാൽ എങ്ങനെ എല്ലാം കൂടെ വയറ്റിനകത്ത് എത്തുന്നത്? ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ ക്വിക്കായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓട്സ്, ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഹോ മിസ്റ്റർ ജോൺ, ഹൗ ആർ യു? ഐ എം ഗുഡ് മാൻ, ഹൗ ആർ യു? നമ്മുടെ ആളുകളാണെങ്കിൽ ഇവിടെ വരെ പൊറോട്ട കഴിക്കും. അവരുടെ റിയാക്ഷനും വളരെ ലേറ്റ് ആയിരിക്കും. ബുദ്ധിയും സ്ലോ ആയിരിക്കും. ചേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചാൽ 2 മിനിറ്റ് നേരത്തേക്ക് അയാൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നല്ല ഹെൽത്തി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളോട് പറയും. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളില്ലേ, അതായത് ഞാൻ വിദേശത്തൊക്കെ ഷോ ചെയ്യാൻ പോകുമ്പോൾ കൂടുതലും നമ്മുടെ ഇന്ത്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നേപ്പാൾസ് എന്നുള്ള ആളുകളുണ്ടാവും, ബംഗ്ലാദേശികളുണ്ടാവും, പാകിസ്ഥാനികളുണ്ടാവും, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. താങ്കൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്താം. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് മറ്റൊരു കാര്യവും പറയാറുണ്ട്. യൂറോപ്പിലൊക്കെ വിവാഹം എത്ര സിമ്പിളായിട്ട് ചീപ്പായിട്ട് നടക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞില്ലേ? സർ, സത്യം പറഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. 4 കാറുകളിലായിട്ട് ഇവർ വരും, പയ്യന്റെ വീട്ടുകാർ. 4 കാറുകളിലായിട്ട് പെണ്ണിന്റെ വീട്ടുകാരും. മൊത്തം 8 വണ്ടികൾ, അതിൽ 16 പേര്. ഇത് തന്നെ വളരെ കൂടുതലാണ്. പയ്യനും പെണ്ണും ബ്ലാക്ക് സ്യൂട്ടിൽ വരും. ദൂരത്തു നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു കല്യാണമാണെന്ന് പോലും തോന്നില്ല. ഈ സ്മഗ്ലേഴ്സിന്റെ ഒക്കെ ഡീലിംഗ് നടക്കുന്ന പോലെ തോന്നും. അവിടെ ഒരു കല്യാണത്തിന് ബ്ലാക്ക് സ്യൂട്ടൊക്കെ ധരിച്ചാൽ വരിക. പിന്നെ 2 പേരും പരസ്പരം ബൊക്കകൾ കൈമാറും. പിന്നെ കിസ് ചെയ്യും. കല്യാണം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതേസമയം നമ്മുടെ കല്യാണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ആ പ്രദേശത്തെ മുഴുവൻ ടെൻഷനാക്കി കളയും.
കല്യാണ ചെറുക്കൻ കുതിരപ്പുറത്ത് വരുന്നത് കാണണം, ശരിയല്ലേ? ഒരു അലക്സാണ്ടറായി മാറും. ഉള്ള തെരുവുകളിലെല്ലാം കറങ്ങിയിട്ട് വരും. ഈ കല്യാണ വീടും കല്യാണ മണ്ഡപവും തമ്മിൽ ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ആ 3 കിലോമീറ്റർ ഇതിന്റെ പുറത്ത് കയറി നടന്നങ്ങ് പോവും. പോരാത്തതിന് ട്രാഫിക് ബ്ലോക്ക് വേറെ. ട്രാഫിക്കിലുള്ള ആളുകളാണെങ്കിൽ ഒന്നും പറയില്ല. അവരും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, കണ്ടില്ലേ, കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അനുഭവിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് കല്യാണത്തിനാണെങ്കിൽ ഒരു നാട് തന്നെ എത്ര ഇളകി പേരെ വരും. വിളിച്ചു? എങ്ങനെയാണെങ്കിലും ഒരു 1000 പേരെങ്കിലും വിളിച്ചു കാണില്ലേ? സാർ, ആക്ച്വലി ഞങ്ങളുടെ ലിസ്റ്റിൽ 300 പേരുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു 3000 പേര് ആ കല്യാണത്തിന് വന്നു സാർ. ഞാൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചതാ. അതെ അതെ, ഞാനും അറിഞ്ഞിരുന്നു ജനക്കൂട്ടം വന്ന സമയത്ത് വധൂവരന്മാരെ കാണാനില്ലെന്ന്. ഞങ്ങൾ എങ്ങനെയാണ് അപ്രത്യക്ഷമായതെന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾ സ്റ്റേജിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് പബ്ലിക്കും ഉണ്ടായിരുന്നു. അതായത് സ്റ്റേജിലേക്ക് വരാൻ അവര് ഞങ്ങൾക്ക് ഒരു സ്ഥലം പോലും തന്നില്ല. നമ്മുടെ പ്രസിദ്ധനായ ഗായകൻ ഹൻസരാജ് ഹൻസി, എന്റെ കല്യാണം നടന്നതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ഒരു കല്യാണം നടന്നു. അദ്ദേഹം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. നമ്മുടെ നാട്ടിലെ വലിയൊരു പോപ്പുലർ സിംഗർ അല്ല അദ്ദേഹം മറ്റൊരു കല്യാണം നടക്കുന്നിടത്തേക്ക് ചെന്ന് അവിടെ കുടുങ്ങിപ്പോയി. പക്ഷേ അവിടെ എല്ലാവരും അദ്ദേഹത്തെ കണ്ടപ്പോൾ നല്ലൊരു വരവേൽപ്പ് അദ്ദേഹത്തിന് കിട്ടി. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കപിൽ ശർമ്മയുടെ കല്യാണം നടക്കുന്നില്ലേ, അതെവിടെ വെച്ചാണ്? ഓ, അതാണോ? അത് ഇതേ ആ ഭാഗത്താണ്. നിങ്ങളപ്പോൾ ഏത് കല്യാണത്തിനാണ് വന്നത്? അല്ല, അത്രയും ജനക്കൂട്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഞാനും എൻ്റെ ഭാര്യ അവിടുന്ന് എസ്കേപ്പ് ആവുമായിരുന്നു. പിന്നെ മുഹൂർത്തത്തിന്റെ സമയത്താണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആളുകൾ അവരുടെ സ്നേഹം കാണിക്കുകയാണ്. ഓക്കെ, സ്നേഹം തരും, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പോവും. ചിലരാണെങ്കിൽ വന്ന് കാലിലും വീഴും. ഞാൻ അങ്ങനെയുള്ളവരോട് ചോദിച്ചു, ഞങ്ങൾ പാമ്പിനെ പിടിക്കൊന്നുമില്ല, കല്യാണം കഴിക്കുക, മുഹൂർത്തം കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. എന്ത് പറയാനാ? താങ്കളെ ഇഷ്ടപ്പെടുന്ന നിറയെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. നിങ്ങളെ കുറിച്ച് നിറയെ പേർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലോക്ക്ഡൌൺ സമയത്താണ് നിങ്ങളുടെ 2 മക്കൾ ജനിച്ചതെന്ന്. സർ, നിങ്ങൾ എന്താ പറയുന്നത്? ഇത് സത്യമാണോ? അവര് ലോക്ക്ഡൌണിലാണ് അല്ല, ജനിച്ചതെന്ന്? അവര് പറഞ്ഞു വരുന്നത് കോവിഡ് കാരണം ലോക്ക്ഡൌൺ വന്നില്ലേ. Sir. താങ്കളെ 2 കുട്ടികളും ജനിച്ചത് അപ്പോഴല്ലേ? താങ്കൾ ഫ്രീ ആയിരുന്നെന്നും ചോദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ആർക്കും പുറത്തു പോകാൻ പറ്റില്ലായിരുന്നല്ലോ. എല്ലാവരും വീടിനകത്തായിരുന്നു. അതായത് ഉള്ളിൻ്റെ ഉള്ളില്. അതായത് നോക്കൂ, ഇതെല്ലാം മുകളിലുള്ളവന്റെ ഓരോ പണികളാണ്. പിന്നെ ഓരോരുത്തരും കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗിക്കണം. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഒരിക്കലും തോച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഓക്കെ, എല്ലാം നല്ലതിനാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് 2 പിള്ളേരുണ്ട്. 2 പേര്. 3 വർഷത്തിനുള്ളിൽ 2 പിള്ളേരുണ്ടായി. അതായത് കോവിഡിന്റെ സമയമായിരുന്നു അപ്പോൾ. അതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. പക്ഷേ ഇതും സത്യമാണ്. കോവിഡിന്റെ സമയത്താണ് എനിക്ക് 2 കുട്ടികളുണ്ടായത്. ആദ്യത്തെ ലോക്ക്ഡൌണിൽ എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി. രണ്ടാമത്തേതിൽ എനിക്കൊരു ആൺകുഞ്ഞും. അപ്പൊ കേട്ടൊരു വാർത്ത എന്തായിരുന്നു അറിയാമോ? 3ാമതും ലോക്ക്ഡൌൺ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിർത്തിവെച്ച ഷോ എത്രയും വേണം തുടങ്ങി ചെല്ലുന്നു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണം? സാർ, ഞാൻ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ കുറച്ച് വീക്കാണോ? അതിനാലാണോ നിങ്ങളുടെ 2 മക്കളെയും കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിച്ചത്? അവരെങ്കിലും ഇംഗ്ലീഷ് ഒന്ന് സംസാരിക്കട്ടെ എന്ന് വെച്ച്. Who told you I'm weak in English, baby? We can talk in English. I can continuously speak for 2.5 minutes. ശരിയാണ്, ആദ്യമൊക്കെ എൻ്റെ ഇംഗ്ലീഷ് വളരെ വീക്കായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ. അതെ, ഒബ്വിയസ്ലി കുട്ടികളാണ് കാരണം. എപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിലുള്ള ജനറേഷൻ നോക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രായത്തിലാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ചെറിയ കുട്ടികൾ നോക്കുകയാണെങ്കിൽ അവർ തുടങ്ങുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും. തീർച്ചയായിട്ടും അവർ നമ്മളെക്കാൾ ഒരുപാട് ബെറ്റർ ആയിരിക്കും. കപിൽ, ആക്ച്വലി താങ്കൾ എല്ലാവരെയും കളിയാക്കാറുണ്ട്. പക്ഷെ ട്വിറ്ററിൽ താങ്കളെയും പലരും കളിയാക്കാറുണ്ടല്ലോ ഒരുപാട്. ഈ ഫോട്ടോ ഞാൻ പറഞ്ഞതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഇതിൽ നിങ്ങൾ 3 പേരിരിക്കുന്നു. സർ, ഇതിനെക്കുറിച്ച് ഒരാൾ കമന്റ് എഴുതിയിരിക്കുന്നത് 3 പേർക്കും ടോയ്ലറ്റ് വന്ന് കാണും, പക്ഷെ 3 പേർക്കും ടോയ്ലറ്റ് സ്ഥലം കാണില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് ഈ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇദ്ദേഹം സിംഗറാണ്. ഇത് ജസ്വീർ ജസ്ജിയാണ്. ഇത് മുകേഷ് ചൗഡയാണ്, കാസ്റ്റിംഗ് ഡയറക്ടർ. അവിടെ പുറത്ത് നല്ല ഫോഗ് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നത്. അവിടെ നല്ല തണുപ്പായിരുന്നു. ആക്ച്വലി ഞങ്ങളാണ് ഇത് തുടങ്ങിയത്. അതായത് ഞങ്ങൾ ഷോയിൽ ഫോട്ടോകളുടെ താഴെ ഇതുപോലെ ഫണ്ണി കമന്റ്സ് ഒക്കെ ഇടും. ഇതും ഒരു നല്ല കാര്യമല്ലേ. മുൻപൊക്കെ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ വഴക്കിടുകയായിരുന്നു. ഞങ്ങളൊരു പുതിയ ട്രെൻഡ് അങ്ങ് കൊണ്ടുവന്നു. അതായത് ഫണ്ണി കമന്റ്സ് ഇടുക. ഇപ്പോൾ ആളുകൾ ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ ഇടുന്നുണ്ട്. നല്ലതാണ് സാർ, നല്ല കാര്യമാണ്. നമ്മൾ ആളുകൾക്ക് നല്ല വഴി കാണിക്കണം. പക്ഷേ മറ്റൊരു ഫോട്ടോയും കൂടിയുണ്ട്. ഇത് താങ്കൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ്. യാ, ഐ ഹാവ് സം ഇന്റർനാഷണൽ ഫാൻസ് ഓൾസോ. ഇത് കണ്ടിട്ട് ജനങ്ങൾ ചോദിക്കുന്നത് ഈ ഫോട്ടോ എടുക്കാൻ എത്ര രൂപ കൊടുത്തെന്ന്. അതായത് മറ്റു രാജ്യങ്ങളിലെ ഫാൻസിന് എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുണ്ടോ?
ഞാൻ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പോയ സമയത്ത് ഒരുപാട് പേര് ഞങ്ങളുടെ സിനിമ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളത് കണ്ടുപിടിച്ചോ, ദ സെയിം ഗൈ ഹൂ പ്ലേ ദ മെയിൻ ക്യാരക്ടർ ഇൻ സുഗാറ്റോ. അപ്പൊ തന്നെ ഞാൻ അവരോട് ഉടനെ അവരൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. എന്തിനാ ഞാൻ തന്നെ എടുത്തു തരാമെന്നും പറഞ്ഞു. അങ്ങനെ അവരെന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. ഞാനാണെങ്കിൽ 4 ഫോട്ടോയും എടുത്തു. അപ്പൊ തന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അസൂയക്കാർ പറഞ്ഞു ഞാനത് കാശ് കൊടുത്ത് ചെയ്താണെന്ന്. ഞാനതിന് കാശ് കൊടുക്കണം? ഫോറിനേഴ്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ കാശ് കൊടുക്കണമെന്നോ? ഇതിലൊരാൾ എഴുതിയിരിക്കുന്നു കപിൽ ശർമ്മ നന്നായി കുടുങ്ങിയെന്ന്. എന്താ? മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന നൂറ ഫത്തെ ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. പിന്നാടി പോയി, പക്ഷേ ചെയ്ത കാര്യം ക്യാമറയിൽ കുടുങ്ങി. സാർ, ഞാനാണത് റീ റിലീസ് ചെയ്തത്. എൻ്റെ ഒരു പാട്ടിപ്പോ വന്നിരുന്നോ കുറച്ച് ദിവസം മുൻപ്? നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? അല്ലല്ല സാർ, അതിനുവേണ്ടി റീൽ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് നൂറ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയിൽ സ്വയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് കുറച്ച് മാറി നിന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. അതായത് കണ്ണാടിക്കുള്ളിലൂടെ ഇങ്ങനെ നുഴഞ്ഞു കയറി നോക്കിക്കൊണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ടാലന്റഡ് കുട്ടിയായിരുന്നു. ആക്ച്വലി നല്ല ടാലന്റഡ് ആണ്. दो नैन तेरे दो नैन मेरे मिल मिल के हो गए चार मैनू की पता सी प्यार तेरा नहीं प्यार सी यो वपार प्यार दी उमर विच रू अपनी मैं कर सवा बैठा नैना दे आखे लग लग के मैं नैन रवा बैठा. ഇതെന്റെ പാട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാടിയതാണ്. വരികള് ഗുരുവാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണത്. കപിൽ, ഞാൻ താങ്കളെ പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് സാറിനൊരു കാര്യം അറിയോ സാർ? ഈ ഷോയിൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ലേ, അതിൽ സാറിനും ഒരു വലിയ പങ്കുണ്ട്. അതായത് ഈ നീതി കോടതിയിൽ 30 വർഷമായിട്ട് ഈ ഷോ നടക്കുന്നുണ്ട്. ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഷോയുമാണ്. അതൊരു വലിയ കാര്യമാണ്. രജത് സാറിനെ കണ്ട് ഞാനൊരു കാര്യം പഠിച്ചു. ഇദ്ദേഹം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കും. മുന്നിലിരിക്കുന്ന ആൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ചിരിയും വരും, അതിനിടയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കും. ഇത് ഞാൻ സാറിൽ നിന്നും ഇൻസ്പയർഡ് ആയതാണ്. എന്റെ ഷോയിൽ വരുന്ന ആളുകളോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് ചിരിച്ച് സന്തോഷിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അതിൽ സാറിന്റെ പങ്ക് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച്.